നമസ്കാരം. ഗ്ലോറിയ ന്യൂസിലേക്ക് സ്വാഗതം. 18ാമത് ഗൾഫ് മാർത്തോമ യൂത്ത് കോൺഫറൻസിന്റെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. പ്രധാന വാർത്തകൾ. ആത്മചൈതന്യത്തിന്റെ പൂക്കൾ വിതറി 18ാമത് ഗൾഫ് മാർത്തോമ യൂത്ത് കോൺഫറൻസിന് ഷാർജയിൽ തിരിതെളിഞ്ഞു. യുവജനങ്ങളെ നന്മയിലൂടെ കർമ്മനിരതരാക്കുന്നതിൽ സഭകൾ വഹിക്കുന്ന പങ്ക് പ്രശംസനീയമെന്ന് UAEയിലെ ഇന്ത്യൻ അംബാസിഡർ ശ്രീ TP സീതാറാം. ഈ രാജ്യത്തിന്റെ പുരോഗതിയിൽ മാർത്തോമ യുവജനങ്ങൾ വഹിക്കുന്ന പങ്ക് അഭിനന്ദനാർഹമെന്ന് ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത. ഗൾഫ് രാജ്യങ്ങളിലെ വിവിധ ഇടവകളിൽ നിന്നും നൂറുകണക്കിന് യുവജനങ്ങൾ കോൺഫറൻസിൽ പങ്കുചേർന്നു. വാർത്തകൾ വിശദമായി. ആത്മചൈതന്യത്തിന്റെ പൂക്കൾ വിതറി 18ാമത് ഗൾഫ് മാർത്തോമ യൂത്ത് കോൺഫറൻസിന് ഷാർജ മാർത്തോമ പള്ളിയിൽ തുടക്കമായി. ഇന്ന് രാവിലെ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് UAEയിലെ ഇന്ത്യൻ അംബാസിഡർ TP സീതാറാം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങളെ നന്മയിലൂടെ കർമ്മനിരതരാക്കുന്നതിൽ സഭകൾ വഹിക്കുന്ന പങ്ക് പ്രശംസനീയമെന്ന് ശ്രീ TP സീതാറാം പറഞ്ഞു. 18ാമത് ഗൾഫ് യൂത്ത് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. Churches in India have played and are playing a very significant role in the molding of the youth, particularly through the educational institutions which are run by the various churches. മാർത്തോമ മെത്രാപ്പോലിത്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. Be diligent and active in the nation building, and that must be the motto that we have to discover through these kinds of conferences over here. കുട്ടികളും മുതിർന്നവരും അണിനിരന്ന ഘോഷയാത്രയോട് കൂടിയായിരുന്നു സമ്മേളനത്തിന് തുടക്കം. പ്രമുഖ വ്യവസായി പത്മശ്രീ MA യൂസഫ് അലി സുവനീറിന് പ്രകാശന കർമ്മം നിർവഹിച്ചു. കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കോൺഫറൻസിൽ ആശംസകൾ നേർന്നു. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാനും അവരെക്കുറിച്ച് കരുതാനും അവർക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ഓരോരുത്തർക്കും ഓരോ ചിന്ത ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് ജീവിതം അർത്ഥവത്താകുന്നത്. ജോസഫ് മാർ ബർണബാസ്, ഡോക്ടർ തോമസ് മാർ തീത്തോസ്, ഫാദർ ഡേവിസ് ചിറമേൽ, ഇടവക വികാരി റെവറന്റ് ഫിലിപ്പ് C. മാത്യു, ജനറൽ കൺവീനർ മനോജ് T. വർഗീസ്, റെവറന്റ് റോബി ജേക്കബ് മാത്യു, ഇടവക സെക്രട്ടറി റോയ് തോമസ് എന്നിവർ പ്രസംഗിച്ചു. കോൺഫറൻസിന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക തീം സോങ്ങും തീം പ്രസന്റേഷനും സദസ്യരുടെ കണ്ണിനും കാതിനും കുളിർമയേകി. പതിനെട്ടാമത് കോൺഫറൻസിന്റെ ചിന്താവിഷയമായ ജീവിതം എന്തിന് എന്നത് ആസ്പദമാക്കിയുള്ള പ്രഥമ ക്ലാസിന് മർത്തോമ സഭ മുംബൈ ഭദ്രാസനാധിപൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ നേതൃത്വം നൽകി. കോൺഫറൻസിന്റെ ആദ്യ ദിനത്തിലെ ഉച്ചഭക്ഷണ ഇടവേളയിൽ ക്യാമ്പ് അംഗങ്ങൾ അവരുടെ അനുഭവങ്ങൾ ഗ്ലോറിയ ന്യൂസിനോട് പങ്കിട്ടു. ഗ്ലോബൽ ന്യൂസ് ചീഫ് സാജൻ വേളൂരിന്റെ റിപ്പോർട്ടിലേക്ക്. പ്രവാസികളായ മാർത്തോമ യുവജനങ്ങളുടെ ഏറ്റവും വലിയ കോൺഫറൻസിന്റെ 1ാം ദിവസത്തിന്റെ ഉച്ച സമയത്താണ് ഇപ്പോൾ ഗ്ലോറിയ ന്യൂസ് നിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് സൗദി അറേബ്യയിൽ നിന്ന് വന്ന യുവജന സഖ്യത്തിന്റെയും സുഹൃത്തുക്കളോടൊപ്പമാണ്. ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന അവരുടെ അനുഭവത്തെക്കുറിച്ച് ആദ്യ ദിവസത്തിൽ തന്നെ അവർ നമ്മളോട് പങ്കിടുവാനായിട്ട് പോവുകയാണ്. ഏത് കോൺഗ്രേഷനിൽ നിന്ന് വരുന്നതാണ്? ദമാം മാർത്തോമ കോൺഗ്രേഷൻ, സൗദി അറേബ്യ. ആ കോൺഗ്രേഷനിൽ എത്ര പേര് വന്നിട്ടുണ്ട്? ഞങ്ങൾ ബസ്സിൽ വന്നവർ 44 പേരുണ്ട്. ടോട്ടല് 75 പേര് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കോൺഗ്രേഷനിൽ നിന്ന് മാത്രമാണോ? അതെ, ഞങ്ങളുടെ ഒരേ കോൺഗ്രേഷനിൽ നിന്നും 75 പേരുണ്ട് പങ്കെടുക്കുന്നവർ. മുമ്പ് കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ വർഷത്തെ കോൺഫറൻസിൽ കഴിഞ്ഞ വർഷത്തേത് വന്നിട്ടുള്ളവരുണ്ട്, ഞാനില്ല. കഴിഞ്ഞ വർഷം പങ്കെടുത്തവരുണ്ട്. അതിനു മുമ്പ് ഖത്തറിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സൗദി അറേബ്യയിലെ അൽക്കോബാർ ഈസ്റ്റേൺ പ്രൊവിൻസ് മാർത്തോമ കോൺഗ്രിഗേഷനിൽ വന്നിരിക്കുന്നു.
ഇത് 18ാമത്തെ യൂത്ത് കോൺഫറൻസ് ആണ്. വളരെ നല്ലൊരു സ്റ്റാർട്ടപ്പാണ്. പിന്നീട് ഞങ്ങൾ ഡ്രൈവ് ചെയ്താണ് വന്നത്, 15 hours ഡ്രൈവ്. സോ വി തിങ്ക് ഇറ്റ് ഈസ് വർത്ത് ആൻഡ് എവറിഥിങ് ഈസ് ഗോയിങ് ആസ് വി എക്സ്പെക്റ്റഡ്. സോ ഇറ്റ് വിൽ ബി എ വണ്ടർഫുൾ ഇവൻറ്റ്. ഗൾഫ് മാർത്തോമ യൂത്ത് കോൺഫറൻസിലെ ഒരു നിറ സാന്നിധ്യമാണ് ശ്രീ എബി ആനിക്കാട്. എബി ഒരു കലാകാരൻ കൂടിയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ ഗൾഫ് യൂത്ത് കോൺഫറൻസിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്തതിൽ എബിയാണ്. എബിക്ക് കഴിഞ്ഞ നാളുകളിലുള്ള ഗൾഫ് യൂത്ത് കോൺഫറൻസിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ഏതാനും വാക്കുകൾ ഗ്ലോറിയ ന്യൂസിനോട് പങ്കിടുന്നു. തീർച്ചയായിട്ടും ഗൾഫ് യൂത്ത് കോൺഫറൻസ് എന്ന് പറയുമ്പോൾ ഗൾഫിലെ മാർത്തോമ സഭാവിശ്വാസികളുടെ ഒരു മഹാസംഗമമായിട്ടും സുഹൃത്ത് ബന്ധങ്ങളെ വീണ്ടും ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനും എല്ലാവരെയും കാണുവാനും സന്തോഷം പങ്കുവെക്കുവാനുമുള്ള ഒരു വലിയ വേദിയായിട്ട് യുവനസഖ്യത്തിൻ്റെ ഈ ഗൾഫ് യൂത്ത് കോൺഫറൻസ് കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു സമാഗമനത്തിൻ്റെ വേദിയായിട്ട് യുവനസഖ്യത്തിൻ്റെ ഈ പരിപാടി, ഈ മഹാസംഗമം തീരുന്നതിൽ സന്തോഷിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും റാസക്കേമ യുവനസഖ്യത്തിൻ്റെ നാമത്തിലുള്ള ആശംസകൾ അറിയിക്കുന്നു. 18ാമത് കോൺഫറൻസിൻ്റെ ലഞ്ച് സമയത്തുള്ള ഒരു ഇടനാഴിയിലൂടെയാണ് ഗ്ലോറിയ ന്യൂസ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള കുറച്ച് പേര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഈ ക്യാമ്പിൻ്റെ അനുഭവത്തെക്കുറിച്ച്, എക്സ്പീരിയൻസിനെ കുറിച്ച് കുഞ്ഞുങ്ങൾ നമ്മളോട് പറയുന്നതാണ്. പക്ഷേ ഇതെൻ്റെ ആദ്യത്തെ തവണയാണ് ഞാൻ ഇങ്ങോട്ട് ഈ ഗൾഫ് കോൺഫറൻസിന് വരുന്നത്. നല്ല ഒരു അനുഭവമാണ്. അതിൽ തിരുമേനിമാരുടെ സ്പീച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. സോ അതൊരു പുതിയൊരു അനുഭവം തന്നെയാണ്. ഇത് നല്ലതാണ്, കുഴപ്പമില്ല. ആ പതിനെട്ടാമത് കോൺഫറൻസിൽ മുഴുനീളം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപോലിത്തായും സഖ്യം പ്രസിഡന്റ് ജോസഫ് മാർ ബർണബാസ് എപ്പിസ്കോപ്പായും കോൺഫറൻസ് വിലയിരുത്തുന്നു. 18ാമത് ഗൾഫ് യൂത്ത് കോൺഫറൻസ് ക്രമീകരിച്ച ഷാർജ ഇടവകയും യുവനസഖ്യത്തെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ഇതുവരെ കണ്ടതായുള്ള പ്രോഗ്രാമുള്ളതിൽ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്സർവേഷൻ. രണ്ടാമത് വളരെ ഡിസിപ്ലിൻഡായിട്ട് വന്നുകൂടിയതായ ഡെലിഗേറ്റ്സും ഇവിടെയുള്ള ആളുകളും പെരുമാറി എന്നുള്ളതും വളരെ സന്തോഷകരമായൊരു വസ്തുതയത്രേ. ചില സ്ഥലങ്ങളിൽ നാട്ടിൽ യൂത്ത് കോൺഫറൻസിലൊക്കെയും ഇത്രയും അച്ചടക്കം കണ്ടിട്ടില്ല എന്നുള്ള പശ്ചാത്തലത്തിലത്രേ ഈ കമൻറ്റ് പറയുവാൻ ഇടയായിരുന്നു. മൂന്നാമതായിട്ട് ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെയും വളരെ നന്നായിരിക്കുന്നു. ഭക്ഷണം ഇച്ചിരി കൂടുതലാണോ എന്നുള്ളൊരു ഒരു സംശയം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ഇതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്നതായ സഖ്യാംഗങ്ങളെയും സീനിയർ ഫ്രണ്ട്സിനെയും പ്രത്യേകിച്ച് അനുമോദിക്കുന്നു. നിങ്ങളെല്ലാം വന്നത് നന്നായി. നിങ്ങളില്ലാതിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? മാർത്തോമാ സഭയുടെ അഭിമാനമായ യൗവനക്കാരെ നിങ്ങൾ പലയിടങ്ങളിലായിട്ട് ചിതറിപ്പാർക്കുന്നു, കഠിനമായ ജോലി ചെയ്യുന്നു. എന്നാൽ ഈ ആത്മീയമായ ഉത്സവത്തിൽ താല്പര്യത്തോടും പ്രാർത്ഥനയോടും വന്നു ചേർന്ന നിങ്ങളോടെല്ലാവരോടും സഭയ്ക്ക് സന്തോഷമുണ്ട്, സഖ്യത്തിന് സന്തോഷമുണ്ട്. നിങ്ങൾ ഈ സഭയുടെ സന്തോഷമാണ്. നിങ്ങൾ എവിടെയായിരിക്കുന്നോ അവിടെയെല്ലാം ഈ സഭയുടെ അനുഗ്രഹത്തിനായി നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒന്നായി നിന്ന് ഈ സഭയെ ശക്തീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗാനപരിശീലനം, ശാഖകളുടെ പരിചയപ്പെടുത്തൽ, ക്ലാസുകൾ, ഗെയിമുകൾ എന്നിവ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ കോൺഫറൻസ്. 10,000-കണക്കിന് ആളുകളാണ് ലൈവ് സ്ട്രീമിംഗിലൂടെ ഈ പരിപാടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്നുകൊണ്ട് വീക്ഷിക്കുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും തത്സമയം വീക്ഷിക്കാം. www.glorianewsonline.com, www.vsquaretv.com, www.gmtycshj.com എന്നീ സൈറ്റുകളിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ബുള്ളറ്റിനിലൂടെ ഗ്ലോറിയ ന്യൂസ് നിങ്ങളുടെ മുൻപിലെത്തും. നന്ദി, നമസ്കാരം.